സോഷ്യൽ മീഡിയ കാണുന്ന പോലെയല്ല നമ്മൾ റിയൽ ആയിട്ടുള്ള ആൾക്കാർ. ഫെമിനിസ്റ്റുകളാണ് സത്യം പറഞ്ഞ ഫെമിനിസ്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന പുരുഷന്മാരുടെ ഭാഗ്യം. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? കാരണം ഇഷ്ടം പോലെ സെക്സിന് ഒരു പഞ്ഞവും ഉണ്ടാവത്തില്ല. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെമിനിസ്റ്റുകളെ തെരഞ്ഞെടുത്ത് നോക്ക്. അതായത് ഷോ ഓഫിന് വേണ്ടിയുള്ള ഫെമിനിസ്റ്റുകൾ ഉണ്ടാവും ചിലപ്പോൾ. നല്ല മണം, അകത്ത് മസാല വർക്കണ്ട. അതെ, ഒരു മസാല വറുത്തോണ്ടിരിക്കുക. നിങ്ങൾ ഫെമിനിസ്റ്റുകളെ ഏതായാലും പരിചയപ്പെടണം. ആണുങ്ങളൊക്കെ നിങ്ങൾ പേടിച്ച് നിൽക്കരുത്. അപ്പൊ പേടിച്ച് അത് പരിചയപ്പെട്ട് നിങ്ങൾ നല്ലതാണെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. എന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാവും. സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയൂല. സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. ഇപ്പൊ നിനക്കൊരു സർപ്രൈസ് ആയില്ലേ? അതാണ് ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുലിസിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചൗസേപ്പിന്റെ മൂത്ത മോള ആ വരുന്നത്. എന്നെക്കാളും മുറ്റുപേടിക്കാരിയാ. ഇതിൽ കൂടുതൽ എന്നാ ആമുഖിക്കാനാ? ഇട്ടിയാണ്. സത്യമാണ്. ഒരു 20 വയസ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ല. 25-30 അഞ്ചല് കൊള്ളൂല്ലളിയാ. അഴുക്കപ്പെണ്ണ്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക, തന്തയേക്കാ മോശം. പൈസ കൂടുമ്പോൾ നമുക്ക് ഇതിനുള്ള ചതുര കൂടും. സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തോ. എന്നാ പിന്നെ വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? കാശ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാശ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാം. എപ്പോ വരണം? എപ്പോ വേണമെങ്കിലും വന്നോളൂ.